രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും തുടർന്നുള്ള വിവാദങ്ങളും കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തിയപ്പോൾ വി.ഡി. സതീശൻ ഇന്ന് അല്പമൊന്ന് കടുപ്പിച്ചു. CPM-ഉം BJP-യും കാത്തിരിക്കണം എന്ന് വെല്ലുവിളിച്ചു. ചില വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ടെന്നും അതൊക്കെ കേട്ടാൽ കേരളം ഞെട്ടും എന്നും സതീശൻ ആവർത്തിച്ചു. ആരെയൊക്കെയാണ് സതീശൻ ഉന്നം വെക്കുന്നത്? BJP-യിലെയും CPM-ലെയും ആരെങ്കിലുമൊക്കെ പേടിക്കുന്നുണ്ടോ? കാത്തിരുന്നു കാണണം. എന്താണ് സതീശൻ പറയാനിരിക്കുന്നത് എന്ന് സമയം വൈകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. രാഹുലിനെ ചൊല്ലി കോൺഗ്രസ് രണ്ട് തട്ടിലോ? സമൂഹ മാധ്യമങ്ങളിൽ തർക്കം തുടരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കണമെന്ന് KPCC DCC ഭാരവാഹികൾക്ക് നിർദ്ദേശം. പാർട്ടി നടപടി ശരിവെച്ച് ഓൺലൈൻ യോഗം. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവർത്തിച്ച് CPM-ഉം BJP-യും. CPM-നെയും BJP-യെയും വെല്ലുവിളിച്ച് സതീശൻ. പ്രകോപനം കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളയെയും കൊണ്ടുള്ള പ്രതിഷേധം. രണ്ട് പാർട്ടികളും ഞെട്ടാൻ തയ്യാറാകാൻ വെല്ലുവിളി. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത്. ഈ കാര്യത്തിൽ കേരളം ഞെട്ടിപ്പോകും. ഇപ്പോഴേ ഞെട്ടിയെന്ന് ജോർജ് കുര്യന്റെ പരിഹാസം. ലീഗിന് പ്രിയൻ KC വേണുഗോപാലോ? UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾക്കിടെ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് വിളിച്ച് ലീഗ്. UDF-നെ അധികാരത്തിലേറ്റാൻ മുൻനിരയിൽ നിൽക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആഗോള അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിൻ വരില്ല, തടയുമെന്ന BJP പ്രഖ്യാപനത്തിന് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം. പകരം നിയോഗിച്ചത് 2 മന്ത്രിമാരെ. ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച 50% താരിഫ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പിന്മാറാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരട് നോട്ടീസ് ട്രംപ് ഭരണകൂടം പുറത്തിറക്കി. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രി. നടൻ വിജയിയുടെ ബൗൺസർമാർക്കെതിരെ പോലീസിൽ പരാതി. TVK-യുടെ സംസ്ഥാന സമ്മേളന റാലിക്കിടെ ബൗൺസർമാർ പ്രവർത്തകരെ ആക്രമിച്ചുവെന്ന ആരോപണം. പെരിയമ്പാളയം സ്വദേശി ശരത് കുമാർ പോലീസിൽ പരാതി നൽകി. ചേർത്തല കൊലപാതകങ്ങളിൽ ദുരൂഹത തുടർന്നു. സെബാസ്റ്റ്യന്റെ കൂടുതൽ ഇടപാടുകൾ സംശയനിഴലിൽ. വേളൂർ വട്ടത്തെ സ്ഥലം കേന്ദ്രീകരിച്ചും അന്വേഷണം. ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി. കൊലപ്പെടുത്തിയവരെ മറവ് ചെയ്യാണെന്ന് സംശയം. ആരനാട്ടെ പഞ്ചായത്ത് മെമ്പറുടെ ആത്മഹത്യയിൽ CPM-നെതിരെ ആരോപണവുമായി കുടുംബം. ശ്രീജ മരിച്ചത് സാമ്പത്തിക തട്ടിപ്പുകാരിയെന്ന് പ്രചരിപ്പിച്ചതിൽ മനംനൊന്തെന്ന് കോൺഗ്രസ്. പഞ്ചായത്ത് പ്രസിഡന്റടക്കം 4 പേർക്കെതിരെ പരാതി. വ്യക്തിക്കെതിരായ സമരമല്ല നടന്നതെന്ന് CPM. ജമ്മുവിൽ മണ്ണിടിച്ചിലിൽ മരണം 9. 15 പേർക്ക് പരിക്ക്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. മണ്ണിടിച്ചിലുണ്ടായത് വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ. ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കഞ്ചാവ്. 15 കിലോയോളം കഞ്ചാവ് ഒളിപ്പിച്ചത് 16 ബാറ്റുകളിലായി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 യുവാക്കൾ കസ്റ്റഡിയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സതീശൻ പറഞ്ഞത് ആരെപ്പറ്റി? CPM-നെയും BJP-യെയും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ്. ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരാൻ പോകുന്നുവെന്നാണ് സതീശന്റെ മുന്നറിയിപ്പ്. അതിന് താമസമില്ല. ഇക്കാര്യത്തിൽ അധികം കളിക്കേണ്ട. കേരളം ഞെട്ടിപ്പോകും. ഇന്നലെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി വന്നവർ ഉടൻ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തും. ആ കാളയെ ഉപേക്ഷിക്കേണ്ട. ഓഫീസിൻ്റെ, അതായത് BJP ഓഫീസിൻ്റെ മുന്നിൽ തന്നെ കെട്ടിയിടണം എന്നും താൻ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്ന്
ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. അല്ലേ? ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കും, കാളയെ കളയരുത്. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താണ്. CPM-കാരും കരുതിയിരിക്കണം. സതീശൻ വെല്ലുവിളിച്ചു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരും. കിരണ്, ഇതിപ്പോൾ നമുക്കറിയാം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നടന്ന വലിയ പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ പ്രകോപിതനായാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ അപ്പോഴും അന്തരീക്ഷത്തിൽ ചില അഭ്യൂഹങ്ങളുണ്ട്, പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. ചിലരെക്കുറിച്ചൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ വരുമെന്ന്. കാരണം കോൺഗ്രസ് ആകപ്പാടെ മുങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ്. CPM-കാർക്കെതിരെയും BJP-കാർക്കെതിരെയും നിരവധി ആരോപണങ്ങൾ ഉണ്ടാകും. അതൊരു കോർ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ടായിരിക്കും BJP-യിലെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സതീശന്റെ മനസ്സിൽ? അത്യസാധാരണവും അപൂർവവുമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണിയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്കു നേരെയാണ് ഈ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ഒന്ന് CPM-നെതിരെ, മറ്റൊന്ന് BJP-ക്കെതിരെ. BJP-യോടുള്ള വെല്ലുവിളി ഇതാണ്. BJP-കാർ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഒരു കാളയുമായി പ്രകടനം നടത്തിയിരുന്നു. ആ കാളയെ BJP ഓഫീസിൻ്റെ മുന്നിൽ തന്നെ കെട്ടിയിടണം കുറച്ച് ദിവസത്തേക്ക്, അതിൻ്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കരുത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഈ കാളയുമായി പ്രകടനം നടത്തേണ്ട അവസ്ഥ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തിനാണ് കാളയെ വിത്തുകാള എന്നൊക്കെ പ്രയോഗം നടത്തുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഏത് തരത്തിലേക്കുള്ള ആരോപണമാണ് BJP-ക്ക് നേരെ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാണ്. തൊട്ടു പിന്നാലെ തന്നെയാണ് സന്ദീപ് വാര്യർ ഓർക്കണം, BJP സഹയാത്രികനായിരുന്ന BJP നേതാവായ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നിട്ട് ഒരു വർഷത്തിൽ താഴെയാവുന്നുള്ളൂ. BJP-യുടെ രഹസ്യങ്ങളൊക്കെ കുറെ കൂടി അറിയുന്ന ആൾ കൂടിയാണ്. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, കോൺഗ്രസ് മാതൃകയിൽ BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ ധൈര്യം കാട്ടണം, ചലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളി വരുന്നത്. അപ്പോൾ ഒന്ന് വ്യക്തമാണ്, ഈ സൂചനയിൽ നിന്നും ഇതൊരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ആരോപണം എന്ന് പറയുന്നത് ഒരു കാളയെ കൊണ്ടുപോയി നടത്തേണ്ട പ്രതിഷേധമാണ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലേക്കുള്ള ആരോപണമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരമൊരു വെല്ലുവിളി എന്തായാലും നടത്തിയിരിക്കുകയാണ്. ഇനി CPM-നെതിരെയുള്ള വെല്ലുവിളി. CPM-നോട് പറയുന്നത് അധികം കളിക്കരുത് എന്നാണ് പറയുന്നത്. കൈയൊക്കെ ചൂണ്ടി അദ്ദേഹം പറയുന്നത് ഭീഷണിയാണെന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയാണോ അല്ലയോ എന്നൊന്നും അദ്ദേഹം വിശദീകരിക്കുന്നില്ല. പക്ഷെ പറയുന്നുണ്ട് വലുത് വരാനുണ്ട് എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നത് കേരളം ഞെട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ ഇനി എത്രയോ കാലമുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും വ്യക്തമാണ്, ഇനി വരുന്ന ദിവസങ്ങളിൽ പരമാവധി പോയാൽ 3-4 ദിവസം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് ഒന്നും കൃത്യമായി പറഞ്ഞില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്തായാലും കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്കെതിരെ BJP-ക്കെതിരെയും CPM-നെതിരെയും BJP-ക്കെതിരെ ഉണ്ടാകുന്ന ആരോപണത്തിൻ്റെ സ്വഭാവം ഈ കാളയുമായി പോകേണ്ട ആരോപണത്തിൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. CPM-നെതിരെയുള്ള ആരോപണം കേരളം ഞെട്ടുമെന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ആരോപണമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും അതീവ ഗുരുതരമാണ് ഈ രണ്ട് ആരോപണങ്ങൾ എന്ന് തന്നെ വ്യക്തമാണ്. ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് വന്ന് സംസ്ഥാനം ഭരിക്കുന്ന CPM-നെതിരെയും കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കെതിരെയുമാണ് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത് പുറത്തുവിടുക എന്നുള്ളത്. അത്രത്തോളം വലിയൊരു രണ്ട് വാർത്തകൾ പുറത്തുവിടുക എന്നുള്ളത് അങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ പ്രതിച്ഛായ ഇടിഞ്ഞു പോകുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെയാവും. അങ്ങനെ ഒന്നും കാണാതെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രസംഗമല്ല, രാഷ്ട്രീയ നേതാവ് ഒരു വേദിയിലൊക്കെ പ്രസംഗം നടത്തുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ കൈവിട്ട് പോകാം. ഇത് അങ്ങനെയല്ല, മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരസ്യമായി തന്നെ പേര് പറഞ്ഞു തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളിയിൽ ആരാവും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമിയായി CPM-ൽ നിന്ന് വരിക, ആരാവും BJP-യിൽ നിന്ന് വരിക എന്നുള്ള വലിയ ആകാംക്ഷയിൽ തന്നെയാണ് കേരളം നിൽക്കുന്നത്. അതിനേക്കാൾ രസകരമായ മറ്റൊന്നു കൂടിയുണ്ട്. CPM-ലായാലും BJP-ലായാലും ഏതെങ്കിലുമൊക്കെ നേതാക്കൾ ഇതിനു മുമ്പ് സമാന സംഭവങ്ങൾ പെടുകയും ഇനി ഗർഭക്കേസോ അല്ലെങ്കിൽ അഴിമതി കേസോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള സ്ത്രീകളോട് മോശമായി പെരുമാറിയ കേസോ ഒക്കെ ഒതുക്കി തീർത്തിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും നെഞ്ചെടുപ്പ് കൂട്ടുന്നത് കൂടിയാണ് എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം. ഇതുവരെയും പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസ് ഒരു അക്രമോത്സുകമായ അല്ലെങ്കിൽ അറ്റാക്ക്
അറ്റാക്ക് ചെയ്യുന്നൊരു മോഡിലേക്ക് വന്നു നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി രണ്ട് പാർട്ടികൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെ ചൊല്ലി കോൺഗ്രസ് അണികൾക്കിടയിൽ ചേരിപ്പോരുണ്ടായി. അല്പസമയം മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കൾ ഓൺലൈൻ യോഗം ചേർന്നു. തുടർന്ന് ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള പോരുകൾ അത് നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശം DCC KPCC ഭാരവാഹികൾക്ക് നൽകി എന്നാണ് വിവരം. പാർട്ടി അനുഭാവ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തമ്മിലടി ശക്തമാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശക്തമായ വിമർശനം രാഹുലിനെതിരെ ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കുകയും വേണം. ഒപ്പം രണ്ട് പക്ഷമായി ചേർന്ന് രാഹുലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനിടെ രാഹുലിനെതിരെ സ്വീകരിച്ച നടപടി സ്വാഗതം ചെയ്തു ഓൺലൈൻ യോഗത്തിൽ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മിഥുന്, ഇന്ന് രാവിലെ പാർട്ടി പത്രം നിശിതമായ വിമർശനം രാഹുലിനെതിരെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഒപ്പം ഇപ്പോഴും ഈ നടപടിയെ ചൊല്ലി, രാഹുലിനെ സംരക്ഷിക്കുന്നതിനെ ചൊല്ലി നേതാക്കൾ രണ്ട് തട്ടിലാണ്, അല്ലെങ്കിൽ പ്രവർത്തകരുടെയിലും ഭിന്നതയുണ്ട് എന്നുള്ള സൂചനകളാണോ ലഭ്യമാകുന്നത്? രജിത്ത്, തീർച്ചയായും അങ്ങനെയുള്ള സൂചനകൾ നൽകുന്നത് തന്നെയാണ് ഈ ഒരു ചേരിപ്പോരിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. കാരണം ഇന്നലെ മാത്രമല്ല ഈ രീതിയിലുള്ള രൂക്ഷമായ രീതിയിലുള്ള ഭാഷയിൽ നേതാക്കളും ഒപ്പം തന്നെ അണികളുമൊക്കെ പ്രതികരിക്കുന്നത്. ഇതിനു മുമ്പും ഈ ആരോപണം വന്നപ്പോഴൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ ഗ്രൂപ്പിലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള RV സ്നേഹ അടക്കം അതിരൂക്ഷമായ ഭാഷയിൽ ഇത്തരത്തിൽ ഓഡിയോ ക്ലിപ്പുകളൊക്കെ, അത്തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ അയക്കുകയും അതൊക്കെ പുറത്തു ചെയ്തതാണ്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യത്തിൽ ഒരു വിഭാഗം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് ഈ നടപടിയിൽ അവർ തൃപ്തരല്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ഭരണഘടന പ്രകാരം, പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം 6C പറയുന്നതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്താലോ ഈ ഒരു തരത്തിൽ ജനപ്രതിനിധിയാണ് എങ്കിൽ ആ ജനപ്രതിനിധി സ്ഥാനം അത് വഹിക്കുന്നയാൾ രാജിവെച്ച് മാറി നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി നേതൃത്വം സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് വരുന്നില്ല? അത് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചുള്ള കാര്യത്തിൻ്റെ ഒരു നിഷേധമായി തന്നെ കണക്കാക്കപ്പെടേണ്ടി വരും. അതല്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്നുള്ള ഒരു വിമർശനവും ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പാലക്കാട്ടെ ഗ്രൂപ്പിലെ ചേരിതിരിഞ്ഞുള്ള ആക്രമണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് വാർത്തയായി രംഗത്ത് വരികയും ചെയ്ത്. അത്തരത്തിൽ VT ബൽറാമിനെ അനുകൂലിച്ചുള്ള ഗ്രൂപ്പിലും സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധമുണ്ട്. പാലക്കാടിനെ ചതിച്ച വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അത്തരത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള പരാതികൾ നേതൃത്വത്തിന് മുമ്പാകെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിച്ചില്ല? അല്ലെങ്കിൽ ആ വ്യക്തിയെ കൈപിടിച്ചുകൊണ്ട് പാലക്കാടിലെ MLA ആക്കാൻ എന്തിന് ഷാഫി ശ്രമിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഓൺലൈൻ യോഗം ചേർന്നുകൊണ്ട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളോ ഒഴിവാക്കണം എന്നുള്ള കർശന നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് രാഷ്ട്രീയ കേരളം സജീവമായി നോക്കിയിരുന്നു. ലീഗ് ഇതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ നടത്തി. അതിലേക്ക് നമുക്കറിയാം, സംസ്ഥാനത്ത് UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ആരെ ഉയർത്തിക്കാട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ട്. അതിനിടയിൽ ലീഗിൻ്റെ ഇന്നത്തെ അഭിപ്രായം വളരെ ശ്രദ്ധേയമായി. UDFനെ അധികാരത്തിലേറ്റാൻ നേതൃത്വത്തിൻ്റെ മുൻനിരയിൽ നിൽക്കണമെന്ന് KC വേണുഗോപാലിനോട് മുസ്ലിം ലീഗ് ഇന്ന് ആവശ്യപ്പെട്ടു. സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഡൽഹിയിൽ അഹമ്മദ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരദാന ചടങ്ങിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. UDFനെ അധികാരത്തിലേറ്റി ലീഗ് നൽകിയ പുരസ്കാരം ജനങ്ങൾക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഇന്നത്തെ പഞ്ച് ഡയലോഗ് കേൾക്കാം. വനിതാ നേതാക്കൾക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ ഇന്ന് K. മുരളീധരൻ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. ഉമാ തോമസിനെ പോലെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇവർ മൂടുതാങ്ങികളാണെന്നും ഇവർ പാർട്ടിക്കായി ഒരു ജോലിയും ചെയ്യുന്നില്ലെന്നും K. മുരളീധരൻ പറഞ്ഞു. ഉമാ തോമസിൻ്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് എന്നും മുരളീധരൻ വിമർശിച്ചു. മുരളീധരൻ്റെ വാക്കുകളാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. ഞാൻ പറയും, ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂടുതാങ്ങിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല.
പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല, ഈ സൈബറിൻ്റെ പിന്നാലെ. ഉമാ തോമസിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ KSUവിലുണ്ടായിരുന്നു. ഉമാ തോമസ് എന്തറിയാണ്ട് ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ചില മൂട് താങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കും. സ്റ്റാലിൻ കേരളത്തിൽ വരില്ല. CPM ശബരിമലയുടെ പേരിൽ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും മറ്റ് സംഘപരിവാർ സംഘടനകളുടെ മറ്റ് വിമർശനങ്ങൾക്കിടെ സ്റ്റാലിൻ കേരളത്തിൽ വരില്ല, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുകയാണ്. കാരണം നേരത്തെ സ്റ്റാലിൻ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു. 2 മന്ത്രിമാരെ ഈ വിഷയത്തിൽ വിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സംഘപരിവാർ സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള വിമർശനവും മറ്റും നടത്തിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സ്റ്റാലിൻ്റെ സന്ദേശം കേരള സർക്കാരിന് എത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവ നാളെ മുതൽ നിലവിൽ വരും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ പ്രഖ്യാപിച്ച 50% താരിഫ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച കരട് നോട്ടീസ് ട്രംപ് ഭരണകൂടം പുറത്തിറക്കി. ഇന്ത്യയുമായി സമവായത്തിനില്ല എന്നാണ് ട്രംപിൻ്റെ നിലപാട് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്നുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനവും വന്നു. യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മോടൊപ്പം അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുവാണ്. അഭിലാഷ്, നാളെയാണ് നിലവിൽ വരിക. ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിന് സാധ്യതകൾ വിരളമാണല്ലോ. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, നാളെ രാവിലെ 9:30 ഇന്ത്യക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക ചുങ്കം 50% അധിക ചുങ്കം നിലവിൽ വരുന്നത്. അതായത് നാളെ രാവിലെ മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ഇന്ന് എത്രയാണോ വില അതിൻ്റെ പകുതി അധിക വില കൊടുക്കേണ്ടി വരും. അതായത് 100 രൂപയ്ക്കുള്ള സാധനങ്ങൾക്ക് നാളെ മുതൽ 150 രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സാഹചര്യം. നിലവിൽ ഇപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ഇവിടുന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് സെപ്റ്റംബർ 17 വരെ ഒരു ഇളവുണ്ട്. സെപ്റ്റംബർ 17 വരെ വിപണിയിലെത്തിയാൽ അതിന് ഇളവുണ്ട്. അതേസമയം നാളെ രാവിലെ 9:30 മുതൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക വില, അതായത് 50% അധിക ചുങ്കം ചുമത്തേണ്ടി വരും എന്നുള്ളതാണ് സാഹചര്യം. അതിൽ ഈ മാസം ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിൽ 50% ചുങ്കം ചുമത്തും, അത് നടപ്പാക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ, അതിൽ നിന്ന് ലഭിക്കുന്ന പണം യുക്രൈനിൽ യുദ്ധത്തിന് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്, ആരോപണം. ആ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുത് എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ഈ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. കാരണം ഇന്ത്യക്ക് വില കുറഞ്ഞ എണ്ണ കിട്ടിയാൽ അത്രയും ഇന്ത്യക്ക് കൂടുതലായി എണ്ണ വാങ്ങാം. അതനുസരിച്ച് ഇന്ത്യക്ക് അതൊരു ലാഭമാണ്, നമ്മുടെ എക്കോണമിക്ക് അത് ലാഭമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക്, അമേരിക്കയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് 50% അധിക നികുതി ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്തത്. നിലവിൽ ഇന്ത്യയിൽ സൂറത്ത്, തിരുപ്പൂർ, നോയിഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള തുണിത്തരങ്ങൾ, അതുപോലെ വജ്രങ്ങൾ എല്ലാം അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെയുള്ള ഫാക്ടറികളിൽ നിന്ന് വലിയ രീതിയിലാണ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നാളെ മുതൽ അധിക തീരുവ ഉണ്ടാകുമ്പോൾ, അധിക ചുങ്കം വരുമ്പോൾ അമേരിക്കയിൽ സ്വാഭാവികമായും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അതനുസരിച്ച് അവിടെ ആൾക്കാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ വരും. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി സ്വാഭാവികമായും കുറയും. ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയാണ് നിരീക്ഷകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നോയിഡ മുതൽ സൂറത്ത് മുതൽ തിരുപ്പൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ ഫാക്ടറികൾ അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവിടുത്തെ ഉൽപ്പന്നം ഗണ്യമായി കുറയ്ക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്.
എന്നാൽ അതേസമയം തന്നെ അമേരിക്കയിൽ വലിയ രീതിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിലെ തുണിത്തരങ്ങൾ, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾ അമേരിക്കയിൽ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില കൂടുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയിൽ ഒരു വിലക്കയറ്റം ഉണ്ടാവുകയും ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള സാധനങ്ങൾക്ക് സ്വാഭാവികമായും അവർക്കും വില കൂട്ടാനുള്ള സാഹചര്യമുണ്ട്. കാരണം അവർ കൂടുതലായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ അതനുസരിച്ച് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും വില കൂട്ടാൻ അവർക്കും സാധിക്കും. അത്തരത്തിൽ അമേരിക്കയിൽ ഒരു വിലക്കയറ്റത്തിനും ഈ ഒരു ട്രംപിന്റെ നീക്കം സാധ്യത വയ്ക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണണം എന്താണ് നാളെയുള്ള, കാരണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് ട്രംപ്. നാളെ ഈ പ്രഖ്യാപനത്തിൽ തിരുത്തൽ വരുമോ എന്ന കാര്യം കൂടി കാത്തിരുന്ന് കാണണം. ഏതായാലും നാളെ വൈകുന്നേരം മുതലാണ്, അർദ്ധരാത്രി മുതലാണ് 50% തീരുവ ട്രംപിൻ്റെ നിലവിൽ വരിക. ആര്യനാട് CPM-നെതിരെ ആരോപണം. കടബാധ്യതയെ തുടർന്ന് പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തതിൽ CPM-നെതിരെ ആരോപണവുമായി കോൺഗ്രസ്. ആര്യനാട് കോട്ടയ്ക്കകം വാർഡംഗം ശ്രീജ ആത്മഹത്യ ചെയ്ത് CPM നേതാക്കൾ അവമാനിച്ചതിനെ തുടർന്നാണ് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കുടുംബം പരാതി നൽകി. മരണകാരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പലരിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ കടം വാങ്ങിയ ശ്രീജയെ ഇന്ന് പുലർച്ചെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആസിഡ് കുടിച്ചായിരുന്നു മരണം. ശ്രീജയ്ക്കെതിരെ ഇന്നലെ CPM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബവും കോൺഗ്രസും ആരോപിക്കുന്നു. ഈ വിഷയം എവിടെ ഒരുമാതിരി മോശമായുള്ള രീതിയിൽ സംസാരിച്ച് ആ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. ഇതിനൊരു നടപടിയെടുക്കണം. പൊതുയോഗാരനടി ജംഗ്ഷനിൽ സ്ത്രീ ജനങ്ങൾ CPM-ന്റെ ആൾക്കാർ സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക, അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ. ആരോപണങ്ങൾ നിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും പറഞ്ഞു. കടം വാങ്ങിയ തുക തിരികെ ആവശ്യപ്പെട്ട നിരവധി ആളുകൾ പഞ്ചായത്ത് ഓഫീസിലെത്തിയിരുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ കടം തീർക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരമെന്നും CPM. നേരത്തെ ഇവർ പൈസ കൊടുക്കും. ഈ ആളുടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത രീതിയിലൊരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. ഇനി അതിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാടാണ് ഇപ്പോൾ നമുക്കുണ്ടായിരുന്നത്. നേരത്തെ രണ്ടുപേരിലും അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു. രണ്ടിലും ഒരു ജീവനും അല്ലെങ്കിൽ ഒരു ആപത്തും ഉണ്ടാവരുതെന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അതനുസരിച്ച് നമ്മൾ പരമാവധി ഇടപെടുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കടം പെരുകിയതോടെ കുറച്ചുനാൾ ശ്രീജ വീട് വിട്ട് മാറി നിന്നിരുന്നു. ആ സമയത്തും ഇവർക്കെതിരെ CPM-ന്റെ പ്രതിഷേധവും പ്രചാരണവും ഉണ്ടായിരുന്നു. ആശുപത്രിക്ക് മുന്നിലും ആര്യനാട് പോലീസ് സ്റ്റേഷനിലും ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ അരുവിക്കര MLA G. സ്റ്റീഫനെ തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പ്രതിഷേധമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകാം. വൈറൽ കട്ട്സ്. മധുരയിൽ നടന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകത്തിൻ്റെ 2ാമത്തെ സംസ്ഥാന സമ്മേളന റാലിക്കിടെ ബൗൺസർമാർ പ്രവർത്തകരെ ആക്രമിച്ചുവെന്നാരോപിച്ച് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും വൈറലായ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ഒരു ബൗൺസർ ആരാധകനെ തൂക്കിയെടുത്ത് തറയിലേക്കിടുന്നതും ഇയാൾ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്നതും വിജയ് വന്ന് ഈ ബൗൺസറോട് അങ്ങനെ ചെയ്യരുത് എന്നാവശ്യപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഇതിലൊന്നും ഈ ആരാധകൻ തൃപ്തനായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. പെരിയമ്മപാളയം സ്വദേശിയായ ശരത് കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുന്, ഈ വലിയ 1.5 ലക്ഷം പേർ പങ്കെടുത്ത വലിയൊരു റാലിയാണ് വിജയ് മധുരയിൽ സംഘടിപ്പിച്ചത്. അതിൻ്റെ ശോഭ കെടുത്തുന്നതായോ ഈ സംഭവം?
രജിത്ത്, ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളൊരു അവകാശവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് TVK നടത്തുന്നത്. അത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കുറേ ദൃശ്യങ്ങളൊക്കെ അവർ പുറത്തുവിടുകയും ചെയ്തു. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് വിജയ്ക്ക് ഒന്നാം സമ്മേളനം നടന്നപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടിയ സാഹചര്യത്തിൽ എല്ലാവരെയും കണ്ട് അഭിവാദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ 350, അതായത് ഈ ആളുകൾ നിൽക്കുന്ന പ്രധാന വേദിക്ക് മുന്നിൽ നിന്ന് ഏകദേശം 350 മീറ്ററോളം ദൂരത്തേക്കാണ് ഈ ഒരു റാമ്പ് വാക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ നടത്തിയ സമ്മേളനങ്ങളും ഒക്കെ ഇത്തരത്തിൽ ആരാധകരും ഒക്കെ വലിയ രീതിയിൽ വിജയുടെ അടുക്കലേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ റാമ്പ് വാക്ക് ക്രമീകരണം ഏർപ്പെടുത്തിയത്. അതായത് ഈ റാമ്പ് വാക്കിന് തൊട്ട് ഇത്രയധികം ഉയരം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആ കമ്പികളിലെല്ലാം തന്നെ ഗ്രീസ് പുരട്ടിയിരുന്നു. ഒരു തരത്തിലും ആളുകൾ പിടിച്ച് കയറാൻ ശ്രമിച്ചാൽ തെന്നി അവർക്ക് വഴുതി കയറാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള നടപടിയൊക്കെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ വിജയ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റാമ്പ് വാക്കിലൂടെ നടന്നു വരുന്ന വേളയിലാണ് ഈ നിരവധി പ്രവർത്തകർ ഇത്തരത്തിൽ വിജയ്ക്ക് അടുക്കലേക്ക് വരുന്നു. അതിന് ഉള്ളിലേക്ക് കടന്ന ചിലവരുണ്ടായിരുന്നു. അതിലൊരാളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കടന്ന അകത്തേക്ക് വിജയ്ക്ക് അടുക്കലേക്ക് എത്തുമ്പോഴായിരുന്നു വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ബൗൺസർ ഈ ശരത് കുമാർ എന്ന് പറയുന്ന ഈ ഒരു യുവാവിനെ പെടുന്നതിനെ എടുത്ത് എറിയുന്നതാണ് നമുക്ക് അതിൽ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഒരു പക്ഷേ നല്ലൊരു 2 ആൾ പൊക്കത്തിലുള്ള അത്രയും ഉയരമുണ്ട് ഈ റാമ്പ് വാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴേക്ക് വീഴാൻ പോകുന്നതിനിടയിലാണ് ആ യുവാവ് കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നതും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇതിനെതിരെ പരാതിയുമായി ഈ ബൗൺസർമാരുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പരാതിയുമായി രംഗത്ത് വരുന്നത്. കാരണം നേരത്തെ മുൻകാലങ്ങളിലും ഇതേ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള പരാതികൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി സംബന്ധിച്ചൊരു രേഖാമൂലമുള്ള പരാതി നൽകിയില്ല എങ്കിൽ പോലും തന്നെ മുൻകാലങ്ങളിലും ബൗൺസർമാരുടെ ഈ ഒരു നടപടിക്കെതിരെ പ്രവർത്തകരും ഒപ്പം തന്നെ ആരാധകരും ഒക്കെ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു റിട്ടേൺ പരാതി പോലീസിന് മുമ്പാകെ എത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പരാതിയിൽ ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മറ്റു പാർട്ടിക്കാർ, അതായത് DMK ഉൾപ്പെടെയുള്ളവർ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് നേരത്തെ തെലുങ്ക് താരം അല്ലു അർജുൻ ഇതേ രീതിയിൽ സിനിമയുടെ ഫസ്റ്റ് ഷോയ്ക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടുകയും ഒപ്പം തന്നെ അതിലൊരാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അല്ലു അർജുനെതിരെ കേസെടുക്കുകയും പിന്നീട് ജയിൽ ഒരു ദിവസം കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത്. ഒരു പക്ഷേ ഈ യുവാവിന് ഏതെങ്കിലും തരത്തിൽ വലിയ ഹാനി സംഭവിച്ചിരുന്നുവെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നല്ലോ എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് മറ്റ് ഭരണപക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ പരാതി പോലീസിന് മുമ്പാകെ ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഇതിന്റെ കോപ്പി ഈ യുവാവ് നേരിട്ടെത്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികൾ ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, MG മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക്. ജമ്മു വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ മണ്ണിടിച്ചിൽ. 9 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കുണ്ട്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഇപ്പോഴും അവിടെ കനത്ത മഴ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണോ? അഭിലാഷ് അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ജമ്മുവിലാണ് ഈ മണ്ണിടിച്ചിൽ സംഭവിക്കുകയും 9 മരണം ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ ദുഷ്കരമാണ്. കാരണം കനത്ത മഴ അവിടെ തുടരുന്ന പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിനൊക്കെ വളരെ പാടുപെടുന്നുണ്ട് രക്ഷാപ്രവർത്തകർ എന്നുള്ളതാണ് വിവരം. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വൈഷ്ണോ ദേവിയിലേക്ക് പോകുന്ന ട്രക്കിംഗ് ഏരിയയിലാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിലിൽ മാത്രം 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. അതുപോലെ തന്നെ 14ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസമായി ജമ്മുവിൽ കനത്ത മഴയാണ്. ഈ 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ നിലവിൽ 9 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രദേശത്ത് ഇന്ത്യൻ ആർമിയുടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൽ 4 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ്
പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തി വരുന്നത്. വലിയ രീതിയിലുള്ള മഴയിൽ പ്രധാനപ്പെട്ട താവി, ചിനാബ് അടങ്ങിയിട്ടുള്ള നദികളിൽ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പഞ്ചാബിലടക്കം വരും ദിവസങ്ങളിൽ നാളെ അടക്കം വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല, വരുന്ന 40 മണിക്കൂർ ശക്തമായ മഴ ജമ്മുവിലും പഞ്ചാബിലുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ജമ്മു മുഖ്യമന്ത്രി ഈ പ്രദേശം നേരിട്ട് സന്ദർശിക്കാനായിട്ട് എത്തുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രദേശത്തേക്ക് നേരിട്ടെത്തി സന്ദർശിക്കാനുള്ള പറയുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസാണ് അവിടെ നടന്നു വരുന്നത്. നിലവിൽ 9 പേർ പ്രദേശത്ത് കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. രഞ്ജിത്ത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്തണം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. സെബാസ്റ്റ്യന്റെ ദുരൂഹതകൾ കൂടുന്നു. ചേർത്തലയിലെ സ്ത്രീകളുടെ കൊലപാതകത്തിലും തിരോധാനത്തിലും ദുരൂഹത ഉയർത്തി കൂടുതൽ ഇടങ്ങൾ. പ്രതി സെബാസ്റ്റ്യൻ സ്ഥിരമായി വന്നുപോയിരുന്ന വേളൂർ വട്ടത്തെ ഭൂമിയും സംശയത്തിന് നിഴലിലാണ്. ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാനങ്ങൾ സംഭവിച്ച കാലഘട്ടങ്ങളിൽ ഈ സ്ഥലം ദീർഘകാലം സെബാസ്റ്റ്യൻ കൈവശം വെച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ SIT ആരംഭിച്ചിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താനാവാതെ അന്വേഷണ സംഘം കുഴയുകയാണ്. അതിനിടയിലാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പുതിയ ദുരൂഹതകൾ നിറഞ്ഞ ഇടങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പുരയിടമാണ്. അത് വർഷങ്ങളായി സെബാസ്റ്റ്യൻ തന്റേതെന്ന പേരിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. 2017 ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതായത് 2006 മുതൽ 2017 വരെയുള്ള കാലയളവിൽ 2013 ഐഷയും കാണാതാവുന്നു. ഈ കാലയളവിൽ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചു എന്ന് നാട്ടുകാർ കൂടി സ്ഥിരീകരിക്കുന്ന, അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നാട്ടുകാർ കൂടി നമ്മളോട് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വേളൂർവട്ടം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ഭൂമി സെബാസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാളുടെ സ്ഥിര സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പരിസരവാസിയായ വീട്ടമ്മ നമ്മളോട് സ്ഥിരീകരിച്ചു. റോസമ്മയുടെ പുരയിടത്തിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഈ പുരയിടത്തിലും JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ പുരയിടത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടും ഒപ്പം തന്നെ അതിലെ ആ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നത് കൊണ്ടുപോയിരുന്നത് സെബാസ്റ്റ്യനാണ്. മാത്രമല്ല, അവിടെ കുഴികൾ എടുത്തിരുന്നു. ഒപ്പം തന്നെ മണ്ണ് അയാൾ ആ പരിസരത്തുള്ള താല്പര്യക്കാർക്ക് അയാൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ നിരവധി ദുരൂഹതകൾ ആ കോമ്പൗണ്ടിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് പരിസരവാസികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ പ്രോപ്പർട്ടിയാ വീടില്ലല്ലോ ഇപ്പൊ വിളിച്ചാ അല്ല ചേട്ടാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇയാളെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത്? പിന്നെ ഇയാൾ ഇത്ര അധികാരം സ്വന്തം ബന്ധുവാണെന്നും പറഞ്ഞാൽ വരുന്നത്. അത് വിൽക്കാനായിട്ട് ഇവിടെ പലരും ജമി ചോദിച്ചത് കൊടുക്കുന്നില്ലെന്നോ. ഇവിടെ വന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ വീട് വെള്ളിയാളത്താണ്, അമേരിക്കയിലെ മറ്റേ. അപ്പൊ അത് അവർ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഈ കേസിൽ അതായത് ജൈനമ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് ഓട്ടോ ഡ്രൈവറായ മനോജാണ്. മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഈ പ്രോപ്പർട്ടി സെബാസ്റ്റ്യൻ്റെതാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി കാണിച്ചു തരുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീ അവരുൾപ്പെടെ പറയുന്നത് സെബാസ്റ്റ്യൻ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ഈ കോമ്പൗണ്ടിൽ ഒരു ദുരൂഹത നിറഞ്ഞൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ അയാൾ കൃത്യമായി അയാളുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അവർ നമ്മളോട് പറയുന്നു. നേരത്തെ ഇവിടെ വന്ന് ഇതൊക്കെ ഇട്ടിട്ട് പോകുമായിരുന്നു. പുള്ളിയുടെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ പറയാം ഞങ്ങൾ സ്വന്തമാണ്, എന്നെ ഏർപ്പെടുത്തിയിരിക്കണമെന്നൊക്കെ പറയുമായിരുന്നു. അല്ലാതെ ഇതിനകത്ത് അവരതിനകത്ത് അവരുടെ പേരിലാഗ്രഹം ആരും കാണത്തില്ല.
ഈ സ്ത്രീകൾ എവിടെ പോയി? അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പള്ളിപ്പുറത്തെ അതിബുദ്ധിമാനായ ക്രിമിനലായ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ മാത്രമായിരിക്കില്ല മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ അത്രയധികം ആത്മവിശ്വാസം പുലർത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റിടങ്ങൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2006 കാലയളവ്, ബിന്ദുവിനെ കാണാതാവുന്ന 2006 കാലയളവ് മുതൽ ബിന്ദുവിന്റെ കാണാനില്ല എന്നുള്ള കേസും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുവെന്ന് ജനങ്ങൾ പുറത്തേക്കറിയുന്ന 2017 വരെയുള്ള കാലയളവിലും സെബാസ്റ്റ്യൻ ഈ വീട് തന്റേതായ എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണ സംഘവും പരിശോധിച്ചു വരികയാണ്. ഈ വീട് മറ്റൊരാളുടേതാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉടമ മറ്റൊരാളാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ എന്തിന് മറ്റുള്ളവരെ എല്ലാം, ആ പ്രദേശവാസികളെ എല്ലാം ഇത് തന്റേതെന്ന് തെറ്റിദ്ധരിപ്പിച്ചു? മാത്രമല്ല ചേർത്തല നഗരത്തിനുള്ളിൽ തന്നെ പ്രധാന പാതയോട് ചേർന്ന് കിടക്കുന്ന കാട് പിടിച്ച പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു വീടുണ്ടായിരുന്നു, അതുൾപ്പെടെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. നിരവധി കുഴികൾ ആ കോമ്പൗണ്ടിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് വ്യക്തമാക്കുന്നത്, അന്വേഷണത്തിൽ ബോധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ആ പ്രദേശത്ത് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വിവിധ കാലയളവിൽ സെബാസ്റ്റ്യൻ ആ പുരയിടം തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മദ്യപാന സദസ്സുകളടക്കം വൈകുന്നേരം നടന്ന ഒരു കോമ്പൗണ്ടും ആ വീടും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മറ്റു വാർത്തയിലേക്ക്. കോടതി കടുപ്പിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ സംഭവത്തിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ADGPക്കെതിരെ ആരാണ് അന്വേഷണം നടത്തിയതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയില്ലേ? കീഴുദ്യോഗസ്ഥൻ ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായില്ല തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുക. ഡാനി, ഇതിപ്പോൾ സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയ ഒരു വിഷയമാണ്, അതിനുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു വിഷയമാണ്. അവിടെ കോടതിക്ക് ചില ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കോടതിക്ക് അറിയേണ്ടത്? അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് വിജിലൻസ് കോടതി തന്നെ തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ ADGP MR അജിത് കുമാർ സമീപിക്കുന്നത്. ഇത് പരിശോധിക്കണം, ഇത് നടപടി ശരിയായില്ല വിജിലൻസ് കോടതിയുടേതെന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. എന്നാൽ ഹൈക്കോടതി ഇത് പരിശോധിക്കവേ തന്നെ ഇത് ആരാണ് ഇത് അന്വേഷിച്ചത്, ഈ കേസ് സംബന്ധിയായ അന്വേഷണത്തിൽ ആരാണ് പരിശോധന നടത്തിയതെന്നാണ് ഹൈക്കോടതി ആരാഞ്ഞത്. കീഴുദ്യോഗസ്ഥനാണ് ഇത് പരിശോധിച്ചത് എന്നതായിരുന്നു അത് കോടതി കണ്ടെത്തിയത്. ഈ നടപടി എങ്ങനെ ശരിയാകുമെന്ന് കോടതി ചോദിച്ചു. അതിൽ കോടതി ഉദാഹരിച്ചത് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടായാൽ അത് ജില്ലാ കോടതി ജഡ്ജി അന്വേഷിക്കുക എന്നിരിക്കട്ടെ, എങ്ങനെയാണത് നീതീകരിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ജഡ്ജിക്കെതിരെ രജിസ്ട്രാറിന് എങ്ങനെയാണ് അന്വേഷണം നടത്താൻ കഴിയുക? ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നതായിരുന്നു ഹൈക്കോടതി ഒരു നിരീക്ഷണമായിട്ട് പറയുകയും ചെയ്തത്. അതൊരു തെറ്റായ ഒരു നടപടി തന്നെയാണ്, ഇത് ശരിയായ രീതിയിലല്ല എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ വിജിലൻസ് കോടതിയും, അതോടൊപ്പം തന്നെ വിജിലൻസും ഇതിൻ്റേതായൊരു നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് കോടതി പരിശോധിക്കുകയുണ്ടായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കേസ് എടുക്കുമ്പോൾ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്, ഇത് പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അജിത് കുമാറിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നതായിരുന്നു പറഞ്ഞത്. കോടതി ഇക്കാര്യം പരിശോധിക്കുമെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെയാണ് ഇതിലൊരു വിധി പ്രസ്താവം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ തള്ളണം ക്ലീൻ ചീറ്റ് നൽകിയ നടപടി വിജിലൻസ് കോടതി അത് തള്ളിയിരിക്കുന്നു. അപ്പോൾ അത് പരിശോധിക്കണം എന്നാണ് അജിത് കുമാറിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിലാണ് ഹൈക്കോടതി വിധി പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിജിലൻസിനോടും ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കിയ കാര്യങ്ങൾ, പ്രഥമ ദൃഷ്ട്യാ അത്തരം കാര്യങ്ങളിൽ എന്ത് നടപടിയെടുത്തു, ഈ നിർദ്ദേശങ്ങൾ പ്രകാരം നിയമം അനുസരിച്ച് തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയും അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നത് വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ പ്രധാനമായും അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ തനിക്കെതിരെ യാതൊരു തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു MLA എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രമാണ് ആരോപണങ്ങളായി നിൽക്കുന്നത്. അതിന് യാതൊരു വസ്തുതകളോ അടിസ്ഥാനങ്ങളോ ഇല്ല.
അതിൻ്റെ ഈ പറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസുകൾ എടുത്തതും മുന്നോട്ട് പോയതുമെല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അന്വേഷിച്ചാണ് വിജിലൻസ് റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ വെച്ചത്. പക്ഷേ ആ റിപ്പോർട്ട് തള്ളുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ADGP അജിത് കുമാർ എത്തിയത്. എന്നാലും ഇക്കാര്യത്തിൽ നാളെയാണ് കോടതി തീർപ്പ് കൽപ്പിക്കുക. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ക്രിക്കറ്റ് ബാറ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ചതാണ് ഇന്ന് മുമ്പ് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. വിൽപ്പന നടത്താണെന്ന വ്യാജേന കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ബാറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വിവേക് എക്സ്പ്രസിൽ നിന്നും വെസ്റ്റ് ബംഗാൾ സ്വദേശി റിബി ഹുൽ ഹക്കാണ് പിടിയിലായത്. ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനും എക്സൈസിനും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. 16 ക്രിക്കറ്റ് ബാറ്റുകളിലായി 13.5 കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് ലഭ്യമായതെന്ന് റബീഹുൽ ഹക്ക് പോലീസിനെ അറിയിച്ചു. RPFന്റെ ക്രൈം ഇന്റലിജൻസിന്റെ ടീമുകളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് നമ്മൾ ഈ ഓണത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു ബന്ധപ്പെട്ട് ഒരു സംയുക്തമായിട്ടുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്ത സമയത്താണ് ഈ പറയുന്ന ഈ ഒറീസ സ്വദേശിയെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ പിടികൂടുന്നതും കൂടുതൽ പരിശോധിച്ചപ്പോൾ ആ ബാഗിന് ഒരു പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ 16 ഈ പറഞ്ഞ ക്രിക്കറ്റ് ബാറ്റുകൾ കാണപ്പെട്ടു. ഇനി നമ്മൾ തുടർന്ന് ഇതിനി അകത്ത് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഇനിയിപ്പം തുറക്കണം. ഇത് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ കണക്കുള്ള ഈ പരിശോധന ഇനി വരും ദിവസങ്ങളിലും വരുന്ന എല്ലാ നോർത്ത് ഇന്ത്യൻ എല്ലാ വണ്ടികളിലും നമ്മൾ നടത്തുന്നതാണത്. വെസ്റ്റ് ബംഗാൾ മാൽഡ സ്വദേശിയാണ് റബീഹുൽ ഹക്ക്. ബാറ്റിന്റെ പിടിഭാഗം തുറന്നാണ് കഞ്ചാവ് നിറച്ചത്. തുടർന്ന് ആ ഭാഗം റെക്സിൻ ഉപയോഗിച്ച് കവർ ചെയ്തു. ചില ബാറ്റുകളുടെ അരികുഭാഗം കീറിയും കഞ്ചാവ് നിറച്ചിരുന്നു. സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് തുറന്ന ഭാഗം അടച്ച നിലയിലായിരുന്നു. കളിപ്പാട്ടം എന്ന വ്യാജേന കൊണ്ടുവന്ന ബാറ്റുകളുടെ ഭാരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. RPF ക്രൈം ഇന്റലിജൻസ് ഓഫീസർ ജിപിൻ, ഇൻസ്പെക്ടർ ദിലീപ് VT, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രൈസ് മാത്യു, ഫിലിപ്പ് ജോൺ, ഗിരികുമാർ, ഹെഡ് കോൺസ്റ്റബിൾ G വിപിൻ എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ കണക്കിലെടുത്താണ് ലഹരി എത്തിച്ചതെന്നാണ് കണക്കുകൂട്ടൽ. വിവേക് എക്സ്പ്രസിൽ എത്തിയവരിൽ റബീഹുൽ ഹക്ക് മാത്രമാണോ പ്രതിയെന്നും RPF പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 ആലപ്പുഴ. അത്തം പിറന്നു, ഇനി പൊന്നോണക്കാലം. ഓണത്തിൻ്റെ വരവറിയിച്ച് അത്തം പിറന്നു. അടുത്ത 10 ദിവസം വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം നിറയും. ഇത്തവണ ഐതിഹ്യമനുസരിച്ച് മഹാബലിയെ വരവേൽക്കാൻ പൂക്കളങ്ങൾ ഒരുക്കുന്ന ചടങ്ങിന് ഇന്ന് തുടക്കമായി. ഓണമായതോടെ മലയാളികൾക്ക് ഇനി ഉത്സവ നാളുകളാണ്. പൊന്നോണത്തിൻ്റെ വരവ് അറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ഇന്ന് നടന്നു. തൃപ്പൂണിത്തുറയുടെ പ്രൗഢിയും പഴമയും വിളിച്ചോതുന്ന അത്തച്ചമയം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് നടന്നത്. സമത്വസുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നം സാർത്ഥകമാക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ ഏതിരുണ്ട കോണിലുള്ളവനും വിശക്കാതെ ഉറങ്ങുന്ന മനോഹരമായ സ്വപ്നത്തെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളി. ആ ആഘോഷത്തിന്റെ ഔദ്യോഗികമായ തുടക്കമാണ് തൃപ്പൂണിത്തുറയിലെ ഈ രാജവീഥികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചവിട്ടി താഴ്ത്തിയവന്റെ ആഘോഷമല്ല ഓണം, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ് ഓണമെന്നാണ് മന്ത്രി ആ അവസരത്തിൽ നമ്മളോട് പറഞ്ഞത്. ഓണം സമത്വത്തിന്റെ, സമഭാവനയുടെ ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എത്ര ചവിട്ടിത്താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന ആശയമാണ്, എന്ന ഐതിഹ്യമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. ചവിട്ടിത്താഴ്ത്തിയതിന്റെ ആഘോഷമല്ല, ചവിട്ടിത്താഴ്ത്തിയതിനെ അതിജീവിക്കുന്നതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടി ആശയമാണ്, ആഘോഷമാണ് ഓണം എന്നത്. മന്ത്രി P രാജീവാണ് പതാക ഫ്ലാഗ് ഓഫ് ചെയ്തത്. അത്തച്ചമയത്തിന്റെ പതാക ഫ്ലാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് നടൻ ജയറാം ഘോഷയാത്രയുടെ പതാകയും ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഘോഷയാത്ര അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്ലോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ട് വിവിധ വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന, വിവിധ സബ്ജക്റ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള വിവിധ പ്ലോട്ടുകൾ ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘോഷയാത്രയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചവിട്ടിയവനും
ചവിട്ടി താഴ്ത്തിയവനും ഇല്ലാതാകുന്ന ലോകമാണ് മലയാളി സ്വപ്നം കണ്ടത്. ചവിട്ടിയവൻ ദൈവമായിട്ട് കൂടി ആ ദൈവത്തെയോട് കട്ടായം പറഞ്ഞ് മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ആത്യന്തിക മാനുഷിക നന്മകൾ ഏത് പാതാളത്തിൽ നിന്നും തിരിച്ചു വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മലയാളി ഓണമെന്ന സങ്കല്പത്തെ മനോഹരമായ ഒരു ഉത്സവമാക്കി മാറ്റിയത്. ജാതിമത ഭേദമന്യേ എല്ലാവരും അണിനിരക്കുന്ന ഉത്സവമായി ഓണം മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചടങ്ങുകൾ അത്തം മുതൽ 10 നാൾ അത്തച്ചമയാഘോഷത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തിരക്കുകളാണ്. ഇനി അങ്ങോട്ട് ഓരോരുത്തരും ഈ നല്ല മൊമെൻറ്റ്സിന് വേണ്ടിയിട്ട്, ഏറ്റവും സന്തോഷപൂർണ്ണമായ മൊമെൻറ്റ്സിന് വേണ്ടിയിട്ട് പല രാത്രികളിൽ ഉറക്കമൊഴിച്ചിരുന്നാണ് ഇന്നൊരു ദിവസത്തിന് വേണ്ടി ഇവിടെയുള്ളവരെല്ലാവരും കാത്തിരുന്നത്. എനിക്ക് പിന്നിലായിട്ടുള്ള ഈ ലഹരി വിരുദ്ധ സന്ദേശം ഉൾപ്പെടെ രമണൻ, അതുപോലെ തന്നെ പഹൽഗാം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നിരവധി പ്ലോട്ടുകളാണ് ഈ വീഥികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം നവമിയുണ്ട് മറ്റു ചില ദൃശ്യങ്ങളുമായി. ആനയും അമ്പാരിയും രാജപല്ലക്കും തെയ്യവും തിറയും കലാപ്രകടനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ദൃശ്യവിരുങ്ങൊക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റുകയാണ്. മലയാളികൾക്ക് ആഘോഷം എന്നാൽ ഓണമാണ്. ഓണം തുടങ്ങുന്നത് അത്തച്ചമയത്തില്. 400 കലാകാരന്മാർ, 23 നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ കലാരൂപങ്ങളും ഇവിടെ എത്തുന്നവരുടെ കണ്ണിനും മനസ്സിനും ഏറെ സന്തോഷമാണ് നൽകുന്നത്. തിരുവാതിര, കൈകൊട്ടിക്കളി, മാർഗംകളി, ഒപ്പന ഇതെല്ലാം തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത ഉദാഹരണമായി മാറുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവമായ ഓണത്തിന്റെ ഒരാഘോഷത്തിന്റെ തുടക്കമാണ് ഈ തൃപ്പൂണിത്തുറയിൽ കൊടിയേറിയത്. ഇത് കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നതും കുട്ടികളും മുതിർന്നവരുമൊക്കെ നിരവധി പേർ ഈ വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇവിടെ എത്തി നിൽക്കുകയാണ്. എപ്പോ എത്തി? എല്ലാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ചേച്ചിമാരെ, അവരാണ് ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ അത്തച്ചമയം? വളരെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഇവിടെ ഓണം കലക്കുമല്ലേ? അതെ, കളറാക്കി. ഓണം തിരക്കൊക്കെ തുടങ്ങി. അതെ, ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ലേ അല്ലേ? ഒരുപാട് കാഴ്ചകളുണ്ട്. അതെ, ഓണാഘോഷമൊക്കെ എവിടെ വരെ എത്തി? ഓണം അടുത്തെത്തിയില്ലേ, ഇനി എന്ത്? പറഞ്ഞോ. എങ്ങനെയുണ്ട് ഓണം? നന്നായിരിക്കുക, അത്തം നന്നായിരിക്കണം. വെയിലാണ്, മഴയിലാണ്ട് നല്ല രീതിയിൽ നടക്കുന്നു. എല്ലാവർക്കും കാണാൻ അവസരം ഉണ്ടായി. നല്ല നല്ല പരിപാടികളാണ്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഓണം വരെ നടക്കണം നല്ലപോലെ. ഓണം വരെ ഈ ഒരു നല്ല കാലാവസ്ഥ ആയിക്കോട്ടെ. ഈ അത്തച്ചമയത്തിന്റെ വർണ്ണം പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഓണം മനോഹരമായി തീരട്ടെ എന്ന് തന്നെയാണ് ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. വലിയ ആഘോഷങ്ങൾ തന്നെയാണ് അത്തച്ചമയത്തിന്റെ ഭാഗമായി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്. പുലിക്കളി, ചെണ്ടമേളം, വാദ്യ ഉപകരണങ്ങളും വിവിധ കലാരൂപങ്ങളുമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുലിക്കളിയൊക്കെ വലിയ മനോഹരമായിട്ടാണ് ഇത്തവണ പാചകങ്ങളൊക്കെ ഇട്ട പുലിയെയാണ് കാണാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, നിരവധി കലാരൂപങ്ങളാണ് ഈ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്, ആഘോഷമാണ്. ടീം ന്യൂസ് 18 കൊച്ചി. ഇന്ന് പകൽ നടന്ന അത്തച്ചമയ ഘോഷയാത്രയുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചത്. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ജില്ലാ ജഡ്ജിക്ക് സസ്പെൻഷൻ. ചവറ കുടുംബ കോടതി ജഡ്ജി വി ഉദയകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി. നേരത്തെ പരാതിക്ക് പിന്നാലെ ഉദയകുമാറിനെ മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലെയിംസ് ട്രിബ്യൂണലിലേക്ക് മാറ്റിയിരുന്നു. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി സുപോളിൽ നിന്ന് ദർഭംഗയിലേക്കാണ് ഇന്നത്തെ യാത്ര ഉണ്ടായത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, RJD നേതാവ് തേജസ്വി യാദവ് എന്നിവരും 10ാം ദിനത്തിലെ റാലിയിൽ പങ്കെടുത്തു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വോട്ടർ അധികാർ യാത്ര ഇന്ന് പുനരാരംഭിച്ചത്. യാത്രയിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നാളെ ബീഹാറിലെത്തും. അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, സുഖീന്ദർ സിംഗ് സുഖു എന്നിവരും യാത്രയ്ക്ക് എത്തും. സെപ്റ്റംബർ 1 പട്നയിലാണ് സമാപനം. ലഹരി ബോധവൽക്കരണത്തിന് ഫ്ലാഷ് മോബുമായി എക്സൈസ് വകുപ്പ്. എലൈറ്റ് തൃത്താലയുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും കൂടെയുണ്ട് പദ്ധതിക്കും തുടക്കമായി. വാർഡ് തലങ്ങളിൽ ബോധവൽക്കരണം നടപ്പിലാക്കാനാണ് ലക്ഷ്യം. സാമൂഹിക ജീവിതം ലഹരിമുക്ത സമൂഹം എന്ന ആശയത്തിലാണ് തൃത്താലയിൽ കരുതലും കൈത്താങ്ങിനും കൂടെയുണ്ട് ലഹരിമുക്ത പദ്ധതി ആവിഷ്കരിക്കുന്നത്.
ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വാർഡ് തലങ്ങളിൽ വിവിധ പരിപാടികൾ നടത്തി ജനകീയ ബോധവൽക്കരണം നടത്താനാണ് ലക്ഷ്യം. മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന എൻലൈറ്റ് പദ്ധതിയുടെ ഭാഗമായി അൻപോടെ തൃത്താല, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരിമുക്ത ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ലഹരിക്കെതിരെ രക്ഷകർത്താക്കൾക്ക് പരിശീലനം നൽകുന്ന റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. നമുക്കിതിനെ ഒരു മാസ്റ്റർ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. എല്ലാ പഞ്ചായത്തിലേക്കും, അത് കഴിഞ്ഞാൽ എല്ലാ വാർഡിലേക്കും നമുക്ക് പോകണം. വീട്ടുമുറ്റ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം. ഓരോ വീട്ടുമുറ്റത്തും ഈ സന്ദേശം എത്തണം. അപ്പം അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. കാരണം അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ സമൂഹത്തെ ആകെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോഴേ ജനങ്ങളെ ആകെ അണിനിരത്താൻ കഴിയും. കുടുംബശ്രീയെയും പദ്ധതിയുടെ ഭാഗമാക്കും. ലഹരി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഫ്ലാഷ് മോബും സംഘടിപ്പിക്കും. ന്യൂസ് 18 തൃത്താല. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. അനുശ്രീ ചേരും.